നമസ്കാരം. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ സമരത്തിനിറങ്ങി പോലീസിന്റെ തല്ലുകൊണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ തൊഴിലന്വേഷിച്ച് തെക്ക് വടക്ക് നടക്കുന്നുണ്ടോ? ഇല്ല. പണ്ടത്തെയല്ല, ഇന്നത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും സുഖിമാന്മാരാണ്, ആഡംബര പ്രിയരാണ്, അഴിമതിക്കാരാണ്, മുതലാളിമാരാണ്, അതിനേക്കാളൊക്കെ ഉപരി കോടീശ്വരന്മാരാണ്. ഇത്തരത്തിലൊരു കപടനാണ് CPM സംസ്ഥാന സെക്രട്ടറി MA ബേബി. ബേബിയെ കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ G ശക്തിധരൻ സമൂഹ മാധ്യമത്തിൽ തുറന്നെഴുതിയിട്ടുണ്ട്. അദ്ദേഹം MA ബേബിയെ കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ഇതാണോ ബേബി മൈനാകം എന്നായിരുന്നു ആ കുറിപ്പിന് തലക്കെട്ട്. കുറിപ്പ് ഇങ്ങനെയാണ്: ഇണങ്ങി നിന്ന് ചതിക്കുന്ന മയ്യക്കള്ളനാണ് MA ബേബി എന്ന VS തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. VS ഒരു പാവമായിരുന്നു. കുശുമ്പും കുന്നായ്മയും വൈര്യനിര്യാതന ബുദ്ധിയും ഉണ്ടായിരുന്നു. പക്ഷെ പണത്തോട് ആർത്തിയേ ഉണ്ടായിരുന്നില്ല. ബേബി എന്തെങ്കിലും ജനറൽ സെക്രട്ടറി പദത്തിൽ എത്തുമെന്ന് VS സ്വപ്നം കണ്ടിരുന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. വിജയരാഘവനെയും പരമാവധി അവസരങ്ങൾ നൽകി ഉയർത്താൻ VS ലക്ഷ്യമിട്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ദില്ലി കേന്ദ്രമാക്കി SRP മറ്റൊരു കുറുമുന്നണി ഉണ്ടാക്കിയപ്പോൾ വിജയരാഘവൻ അങ്ങോട്ട് ചാഞ്ഞു. VS ഒറ്റപ്പെട്ടു. എന്തായാലും ഭാവി തന്റെ കയ്യിൽ വരുമെന്ന പ്രതീക്ഷയിൽ SRP കാട്ടിയ ചതിപ്രയോഗമാണ് പാർട്ടിയെ തകർത്തത്. അതാണ് കായംകുളം വാൾ എന്ന പ്രയോഗം കേരളത്തിലെ പാർട്ടിക്ക് ദില്ലിയിൽ സമ്മാനിച്ചത്. മനഃശുദ്ധിയില്ലായ്മ കൊണ്ട് എന്തൊക്കെ നഷ്ടമാണ് SRPക്ക് നേരിട്ടത്, അതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. ഏപ്രിൽ 28 മലയാള പത്രങ്ങളിൽ ബേബി സ്നേഹം എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ചിത്രം ഓർക്കുന്നുണ്ടോ? MA ബേബി കൊച്ചുമകൻ റാനിനെ തോളിലേറ്റി തിരുവനന്തപുരം AKG ഫ്ളാറ്റിന് മുന്നിൽ മാധ്യമ പ്രവർത്തകരെ കാണാനെത്തിയപ്പോൾ എന്നതായിരുന്നു മാതൃഭൂമിയിലെ അടിക്കുറിപ്പ്. CPM ജന്മം കൊണ്ട ശേഷം ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും നേതാവിന്റെ ഏതെങ്കിലും ബന്ധുവിന്റെ ചിത്രം ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും നേതാവ് പേരക്കുട്ടിയെയും എടുത്ത് പത്രസമ്മേളനത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ? CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ മകൻ അശോകിന്റെ രണ്ടാമത്തെ മകനാണ് റാൻ. സമുദ്രമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദ്രൻ പർവ്വതങ്ങളുടെ ചിറക് മുറിച്ചപ്പോൾ മൈനാകം മാത്രം സമുദ്രത്തിൽ മറഞ്ഞ് രക്ഷ പ്രാപിച്ചു എന്നാണല്ലോ ഐതിഹ്യം. ആ മൈനാകമാണോ ബേബി സഖാവിന്റെ ചുമലിൽ ഇരുന്ന നല്ല മൊഞ്ചുള്ള റാൻ? ചിരി പൊട്ടി വരുന്ന റാന്റെ മുഖത്തെ ഭാവം AKG സെന്റർ അങ്കണത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടം വസന്തത്തിന്റെ മാരിവില്ലായി. എന്താ ആ മുത്തിന്റെ ചിരി? അതിൽ ഒരുപാട് അർത്ഥങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ബേബിയുടെ കാപട്യത്തിന്റെ ഖനീഭവിച്ച രൂപം കാലം കാണിച്ചു തരികയാണോ റാന്റെ പ്രത്യക്ഷപ്പെടലിലൂടെ? കാലത്തിന്റെ ചുവരെടുത്ത് വായിച്ചെടുക്കാൻ എനിക്കാവില്ല. ഒന്നറിയാം, ഇതിൽ ബേബി തുറന്നു പറയേണ്ട ഒരു സമസ്യയുണ്ട്. എന്താണ് ഈ മാറ്റത്തിന്റെ പൊരുൾ? ബേബിയുടെ കുടുംബത്തിൽ ആരും ഇന്നേ വരെ ഒരു പോരാളിയായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വാഴ്ത്തുന്ന ഒരാളെ പോലും ആ കുടുംബത്തിൽ കണ്ടിട്ടുമില്ല. ഭർത്താവായി വരിച്ച ബേബിയുടെ ആത്മസഖിയായി ബെറ്റി ജീവിച്ചു എന്നല്ലാതെ പാർട്ടി കെട്ടിപ്പടുത്തതിന്റെ അല്ലലൊന്നും ബെറ്റിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. മിടുക്കനായ മകൻ അപ്പുവിനെ കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിലുണ്ണിയായാണ് വളർത്തിയതെങ്കിലും കോർപ്പറേറ്റ് ഉന്നതരുടെ തറവാട് മഹിമയ്ക്ക് ഒരു കുറവും വരുത്തിയില്ല. പാർട്ടി നൽകിയ സ്യൂട്ടിന്റെ താക്കോൽ ചിലപ്പോൾ കൈക്കലാക്കാൻ കൈനീട്ടേണ്ടി വരും എന്നല്ലാതെ ചെങ്കൊടിയുടെ നിറച്ചാർത്ത് കണ്ട് ഭയക്കുകയോ കോൾമയർ കൊള്ളുകയോ അശോക് ചെയ്തിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി പറക്കമുറ്റാത്ത സ്വന്തം പേരക്കുട്ടിയെ തലയിലേറ്റി പാർട്ടി ജനറൽ സെക്രട്ടറി ഭൂമിയിലേക്ക് ഇപ്പോൾ ഇറങ്ങി വന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? CPM-ൽ ഇത് അപൂർവ കാഴ്ചയല്ലേ? CPM-ന്റെ ഉന്നത നേതാക്കളിൽ ആരുടെയെങ്കിലും മക്കൾ വെയിൽ കൊള്ളുന്നതോ മുദ്രാവാക്യം വിളിച്ച് തെരുവിൽ നടക്കുന്നതോ ജാഥ നയിക്കുന്നതോ നിവർത്തിയ കത്തികൾക്കിടയിലൂടെ നടക്കുന്നതോ കണ്ടിട്ടുണ്ടോ? ബേബി പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന പരമോന്നത പദവിയിൽ ജീവിക്കുകയും ആയുസ് മുഴുവൻ കുടുംബത്തോടൊപ്പം പാർട്ടി ചെലവിൽ അർമാദിക്കുകയും ഏറ്റവും കൂടുതൽ വിമാനയാത്ര ചെയ്യുന്നതിന് ആനുകൂല്യങ്ങൾ വിമാന കമ്പനികളിൽ നിന്ന് വാങ്ങുകയും ചെയ്യുന്ന നേതാവല്ലേ? എന്തുകൊണ്ടാണ് സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാകണമെന്ന് തോന്നാത്തത്? അതവർക്ക് കുറച്ചിലാണോ? ബേബിയുടെ ഏക മകൻ അശോക് മിടുക്കനാണ്. കേരളത്തിൽ റോക്ക് സംഗീതത്തിന്റെ അധിപനാണ്. കോടികൾ വരുമാനമുള്ള തൈക്കൂടം മ്യൂസിക് ഗ്രൂപ്പ് ഭൂഗോളത്തിൽ എവിടെയുണ്ടെങ്കിലും ഈ മോനും ഉണ്ടാകും. അശോകിന്റെ ഭാര്യയും ബന്ധുക്കളും അമേരിക്കയിൽ ഓരോ പ്രവിശ്യയിലും സർവ്വവ്യാപിയാണ്. കോടികളുടെ ആസ്തിയുള്ളവർ. അതുകൊണ്ടാകും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന വങ്കത്തരം ഏതാനും ദിവസം മുമ്പ് പറഞ്ഞ ബേബി ഇൽഫിനായത്. ഈ ഭൂഗോളത്തിൽ ആരാണ് ബേബി? മറ്റ് PB അംഗങ്ങളുടെ കണക്കെടുപ്പെടുത്താൽ ഇതിലും ജീർണത ബാധിച്ചതാണ്. ഓരോ കുടുംബവും അടിച്ചു പൊളിച്ചു ജീവിക്കുന്നത് അച്ഛനോ അമ്മയോ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾക്ക് ബൂർഷ്വാസിയുടെ സ്ഥാപനങ്ങളിൽ ജോലി പാടില്ല എന്നല്ല, അവരുടെ യോഗ്യത അനുസരിച്ച് ജോലി എടുക്കാം. അച്ഛനോ അമ്മയോ പാർട്ടിയിൽ നേടിയ സ്ഥാനങ്ങൾ മുൻനിർത്തി കോർപ്പറേറ്റ് വ്യവസായികളുടെ സ്ഥാപനങ്ങളിൽ കോടികൾ പ്രതിഫലം വാങ്ങിക്കൊണ്ടിരുന്നാൽ പിണറായി വിജയനല്ല, അയാളുടെ അപ്പൂപ്പനെതിരെ ആയാലും കമ്മ്യൂണിസ്റ്റുകാരായ ചുണക്കുട്ടികൾ പ്രതികരിക്കണം.
അദ്ദേഹം ഇങ്ങനെയല്ല എഴുതിയിട്ടുള്ളത്, അത് കുറച്ച് രൂക്ഷമായ ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ഒരുപക്ഷെ ഞാനിതിവിടെ ആവർത്തിച്ചാൽ കലാപാഹോരത്തിന് എനിക്കെതിരെ കേസെടുത്തെന്ന് വരും. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വാക്യം ഉപേക്ഷിക്കുന്നു. അതിന് പകരമായാണ് ഇത്തരത്തിലൊരു വാചകം പറഞ്ഞത്. ഇനി നമുക്ക് തുടരാം. ഇവനൊക്കെ പാഞ്ഞു നടക്കുന്ന ശീതീകരിച്ച കാറുകളുടെ പ്രയാണം കൂച്ചു വിലങ്ങിടണം, അതിനാണ് ചെങ്കൊടി. മാർക്സിസത്തെ ഒറ്റുകൊടുത്ത് ശതകോടികൾ സമ്പാദിച്ചു കൂട്ടിവെച്ചിരിക്കുന്ന മണിസൗധങ്ങൾ എറണാകുളത്ത് മരടിൽ സുപ്രീം കോടതി പൊളിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. അതുക്കും മേലെയുള്ള കമ്മിറ്റികളിൽ ബിനാമികളെ കൊണ്ട് സ്വത്ത് കൂട്ടിവെച്ചിരിക്കുന്നവർ ഇപ്പോൾ തഞ്ചത്തിൽ മുഞ്ചുള്ള പേരക്കുട്ടിയുമായി ഇറങ്ങിയിരിക്കുകയാണോ? പൂച്ചയെ പോറ്റിയ സന്യാസിയുടെ അവസ്ഥയിലാണ് പുത്തൻ കമ്മ്യൂണിസ്റ്റുകാർ. ആശ്രമത്തിലെ എലിശല്യം സഹിക്കാതെ സന്യാസി പൂച്ചയെ വാങ്ങി. പൂച്ചയ്ക്ക് പാൽ കിട്ടാതായപ്പോൾ പശുവിനെയും വാങ്ങി. പശുവിനെ നോക്കാൻ ഭൃത്യന് വേണ്ടി വന്നു. അതോടെ സ്വസ്ഥമായ തപസ് നഷ്ടപ്പെട്ടു. ഇവയെല്ലാം നോക്കാനായി ഗൃഹനാഥ കൂടിയായപ്പോൾ എല്ലാം കൂടി നോക്കാൻ ഒരുത്തിയെ കല്യാണം കൂടി കഴിച്ചു. അവസാനം ഗൃഹസ്ഥാശ്രമിയാകുകയും സന്യാസം ഉപേക്ഷിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ. പാർട്ടിയിലെ ഇന്നത്തെ നേതൃനിരയുടെ വളർന്നു വരുന്ന തലമുറ കൂടി കൊഴിഞ്ഞാൽ ആര് പിടിക്കും ചെങ്കൊടി? 2 ദിവസം മുൻപ് എറണാകുളത്തെ ഒരു നേതാവിന്റെ മകന്റെ സംഭാഷണം കേട്ടു. അച്ഛനുള്ള വിഹിതം കൂടി തന്നിട്ടേ താഴോട്ടുള്ളവർക്ക് പാർട്ടി സ്വത്ത് പങ്കുവെക്കാവൂ എന്ന. അപ്പോൾ സ്റ്റാച്യുവിൽ ഇരുട്ടത്ത് കൂടി റോഡിന്റെ ഓരം ചേർന്ന് ഒരു മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഭൂമിക്ക് ഭാരമാകാതെ എവിടെയെങ്കിലും തലചായ്ക്കാൻ ഇടം തേടി നടന്നു മറയുന്നത് ഞാൻ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. എന്തു വിട്ടിയെന്ന് സ്വയം ശപിച്ചു. ഇങ്ങനെ ശക്തിധരൻ എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നു. എലിശല്യം തീർക്കാൻ പൂച്ചയെ വാങ്ങിയ സന്യാസിയോടല്ലാതെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരനെ എന്തിനോട് ഉപമിക്കാൻ? കമ്മ്യൂണിസം കൊടും വിഷമാണെന്നും അത് ജീവിതം നശിപ്പിക്കുകയേ ഉള്ളൂവെന്നും മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത് പിണറായി വിജയനും ബേബിയും ഗോവിന്ദനും ജയരാജന്മാരും ബ്രിട്ടാസും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇവരുടെയൊന്നും ഒരൊറ്റ വിത്ത് പോലും കമ്മ്യൂണിസ്റ്റ് കൃഷിയിടത്തിൽ വിതയ്ക്കാത്തത്.